നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സേതുമാധവൻ ഞങ്ങളുടെ അച്ഛനാണ്. അദ്ദേഹം വന്നിട്ടില്ല. പേഷ്യന്റ് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. വേറെ ആരെയും കാണണ്ടെന്നും പറഞ്ഞു. ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്കിത് പോലീസിനെ അറിയിച്ചേ പറ്റൂ. അവന്തികയുടെ ബൈസ്റ്റാൻഡർ എന്താ സിസ്റ്ററെ? ഫാർമസിന്ന് വേഗം ഈ മരുന്ന് വാങ്ങണം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. ബ്ലഡ് വേണ്ടി വരും. അവരുടെ ഗ്രൂപ്പിലെ ബ്ലഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ അതിവിടുത്തെ ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ പകരം നിങ്ങളുടെ ആരെങ്കിലും ബ്ലഡ് കൊടുത്താൽ മതി. എന്തായാലും ആദ്യം ഈ മരുന്ന് വാങ്ങിക്കൂ. ശരി, നിങ്ങളിവിടെ നിൽക്കേ, ഞാൻ പോയി ഈ മരുന്ന് വാങ്ങിയിട്ട് വരാം. സന്ദീപ്, നന്ദേട്ടൻ എങ്ങോട്ടാ പോയത്? അറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ഏട്ടത്തി ഈ അവസ്ഥയിൽ കിടക്കുമ്പോ നന്ദേട്ടൻ ഇവിടെ നിൽക്കാതെ പോയത് ഒട്ടും ശരിയായില്ല. പറഞ്ഞാ കേക്കണ്ടേ? ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, അതൊന്നും കേൾക്കാതെ നന്ദേട്ടൻ പോയത്. സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിച്ചു. ഇനിയിപ്പോ ഇതിന്ന് ഒളിച്ചോടിയിട്ട് ഒരു കാര്യമില്ല. എടുത്തി പേടിക്കണ്ട, അവന്റെ എടുത്തേക്ക് ഒന്നും സംഭവിക്കില്ല. ഞാൻ നന്ദേട്ടൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ചിട്ടാരും ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇത്രയും സമയമായില്ലേ? ആർക്കെങ്കിലും വിവരം ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഇവിടെ ഇത്രയും പേര് വിഷമിച്ചിരിക്കുകയാണെന്ന് അവർക്കറിയില്ലേ? ഫോൺ ചിലപ്പോ കാരണത്തെങ്ങാനും ആയിരിക്കും അച്ഛാ. അവരാരും ചെറിയ കുട്ടികളല്ലല്ലോ. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയുള്ളവരല്ലേ. ഒന്നുമില്ലെങ്കിലും അനഘയുടെ വിഷമത്തെക്കുറിച്ചെങ്കിലും അവരാലോചിക്കണ്ടേ? അച്ഛൻ വിഷമിക്കണ്ട, അവരിപ്പോ വിളിക്കും. അനക്കെ, നീ വിഷമിക്കണ്ട. അവന്തി കേട്ടത്തേക്ക് ഒന്നും വരില്ല. ഇനി ഇത് പോലീസ് കേസാവോ? സൂയിസൈഡ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് പോലീസിന് ഇൻഫോം ചെയ്യില്ലേ? ചെയ്യും. നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മരുമകൾ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന് ചിലപ്പോ വാർത്തകൾ വന്നു വരാം. എല്ലാ നാണക്കേടും സഹിക്കാൻ മാത്രമേ ഇപ്പൊ നമുക്ക് പറ്റൂ. എന്നാലും ചേച്ചി എന്തിനായിരിക്കും ഇത് ചെയ്തത്? അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തൂടെ? നിന്റെ ചേച്ചിയുടെ സ്വഭാവം നിനക്ക് തന്നെ അറിയാലോ. എന്തായാലും നീ അപ്പ കണ്ടത് നന്നായി. മോളെ, ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോയാലോ? അത് വേണ്ടച്ചാ. എന്തായാലും അവരൊന്ന് വിളിക്കട്ടെ. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് പോയാൽ മതി. ഡോക്ടർ, ഇപ്പൊ എങ്ങനെയുണ്ട്? തൽക്കാലം കുഴപ്പമൊന്നുമില്ല. ബോധം തെളിഞ്ഞിട്ടുണ്ട്. വലിയ ആഴത്തിലുള്ള മുറിവല്ലാത്തതുകൊണ്ട് സർജറി വേണ്ടി വന്നില്ല.
അവരുടെ ഹസ്ബൻഡ് ആ, ഇവിടെ ഉണ്ടായിരുന്നു ഡോക്ടർ. ജസ്റ്റ് ഒന്ന് പുറത്തു പോയതാ. ഇത് വളരെ സീരിയസ് ഒഫൻസ് ആണ്. എന്തായാലും പോലീസിനെ അറിയിച്ചേ പറ്റൂ. പ്ലീസ് ഡോക്ടർ, തൽക്കാലം ഇത് പോലീസിനെ അറിയിക്കരുത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നാളെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാ അതിന് ഞങ്ങൾ സമാധാനം പറയേണ്ടി വരും. അവരുടെ ഹസ്ബൻഡിനോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണം. എനിക്ക് അയാളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി ഡോക്ടർ. ഞാനൊരു കാര്യം പറയാം. അവരെങ്ങാനും പരാതി ഉണ്ടെന്ന് പറഞ്ഞ അവരുടെ ഹസ്ബൻഡും നിങ്ങളും അടക്കം എല്ലാവരും ജയിലിലാവും. എനിക്കൊന്ന് അകത്ത് കയറി കാണാൻ പറ്റുമോ ഡോക്ടർ? കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പൊ അവരോടൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കരുത്. ആരാ സേതുമാധവൻ? ഞങ്ങളുടെ അച്ഛനാണ്. അദ്ദേഹം വന്നിട്ടില്ല. പേഷ്യന്റ് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. വേറെ ആരെയും കാണണ്ടെന്നും പറഞ്ഞു. ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അയ്യോ, അതുകൊണ്ട് എനിക്കിത് പോലീസിനെ അറിയിച്ചേ പറ്റൂ. സേതുമാധവൻ വന്നിട്ടില്ല. അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുറത്ത് വേറെ ആരൊക്കെയുണ്ട്? എന്റെ ഹസ്ബൻഡ് ഉണ്ടോ? ഇല്ല, അദ്ദേഹം പോയെന്ന് തോന്നുന്നു. അവിടെ കണ്ടില്ല. മറ്റു ബന്ധുക്കളൊക്കെ പുറത്തുണ്ട്. അവരെ ആരെങ്കിലും വിളിക്കണോ? വേണ്ട, എനിക്ക് സേതുമാധവനെ മാത്രം കണ്ട് സംസാരിച്ചാ മതി. അവർക്ക് നിങ്ങളെ കാണണമെന്നുണ്ട്. എനിക്ക് തൽക്കാലം ആരെയും കാണണ്ട. ആദ്യം സേതുമാധവൻ വരട്ടെ. ആ, അർച്ചനയെ വിളിക്കുന്നത്. മോളെ, അവന്തിക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ബോധം തെളിഞ്ഞു. ഡോക്ടർമാരെന്തു പറഞ്ഞു? ചിലപ്പോ ഒരു സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ വേണ്ടി വന്നില്ല. നീ അവളെ കയറി കണ്ടോ? ഇല്ല, ഞങ്ങളാരും കയറി കണ്ടില്ല. അതെന്താ? നന്ദനും കയറി കണ്ടില്ലേ? ഇല്ല, ഞങ്ങളെ ആരെയും അവന്തികേട്ടത്തിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. ഏട്ടത്തിക്ക് അച്ഛനെ മാത്രം കണ്ടാ മതി എന്നാ പറയുന്നത്. അച്ഛൻ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വരണം. നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ എന്നെ കാണുന്നത്? അതറിയില്ല. ഞങ്ങളെ ആരെയും കാണാൻ ഏട്ടത്തി സമ്മതിക്കുന്നില്ല. അച്ഛനെ മാത്രം കണ്ടാ മതി എന്നാ പറയുന്നത്. അച്ഛനൊന്ന് പെട്ടെന്ന് വാ. ശരി മോളെ, ഞാൻ ഇപ്പൊ തന്നെ വരാം. എന്താ ചേച്ചി പറഞ്ഞേ? അവന്തിക്ക് ബോധം തെളിഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.